എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴുത്ത മുളകൊക്കെ നിൽക്കുന്നത്. അപ്പം പഴുത്ത മുളക് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ നമുക്ക് കടുക് വറക്കുന്നതിനും അതുപോലെ മുളക് പൊടി ഉണ്ടാക്കുന്നതിനും ഒക്കെ നമുക്ക് ഉണക്കിയെടുക്കാനും അതുപോലെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ മുളക് പൊടി ഉണ്ടാക്കാനായിട്ടും സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുളക് പറിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ എല്ലാം ഞാനൊരു 7-8 മുളക് നട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം നന്നായിട്ട് പഴുത്ത് നിൽക്കുകയാണ്. ഞാൻ ആവശ്യത്തിന് പച്ച പിച്ചും പിന്നെ അത്യാവശ്യം ഉണക്കി നിർത്തിയേക്ക് നല്ലതുപോലെ വിളഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ടാണ്, വറ്റൽ മുളകൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തിയിരിക്കുന്നത് തന്നെ കേട്ടോ. കുറേ നിൽപ്പുണ്ട്, നമുക്കിനി അതെല്ലാം പറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കാന്നുണ്ടെങ്കിലുണ്ടല്ലോ, വിഷമില്ലാത്ത മുളക് പൊടിയൊക്കെ നമുക്ക് എടുക്കാം. നമുക്ക് എപ്പോഴും അത് പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ മുളക് പൊടിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് വീട്ടിലേക്ക് ആവശ്യം കുറേ മുളക് പൊടിയൊക്കെ വേണമല്ലോ. എന്നാൽ 1-2 പേരൊക്കെ ഉള്ളെങ്കിലുണ്ടല്ലോ, ഇതേപോലെ അങ്ങോട്ട് മുളകൊക്കെ നട്ടുപിടിപ്പിച്ച് പഴുപ്പിച്ച് എടുത്ത് വെക്കാമെങ്കിൽ നല്ലതാണ്. മുളക് പൊടിച്ച് വെച്ചില്ലെങ്കിലും പച്ചയ്ക്കെങ്കിലും നമുക്ക് ഉപയോഗിക്കാനുള്ള മുളക് നമ്മൾ നട്ടുപിടിപ്പിക്കുക. കാരണം അത്രമാത്രം കീടനാശിനികളാണ് ഇതിനകത്തൊക്കെ തളിക്കുന്നതേ, മുളകിനകത്ത്. അപ്പം നമുക്കിത് എന്തായാലും എല്ലാം പറിച്ചെടുക്കാം. എന്നിട്ട് കാണിക്കാം. എല്ലാം നിൽപ്പുണ്ട്, നിറയെ നിൽക്കുന്നുണ്ടോ. നിൽക്കുന്ന കാണാൻ തന്നെ സത്യം പറഞ്ഞാൽ പറിക്കാൻ തന്നെ ഒരു വിഷമമാണ് കേട്ടോ. എല്ലാ ഗാർഡനിലെ പൂക്കൾ നിൽക്കുന്ന മാതിരി അങ്ങ് നിൽക്കുക. മുട്ട മുളകാണ്. അല്ലാതെ നമ്മൾ പച്ചയ്ക്ക് ഇങ്ങനെ തന്നെ കൊണ്ടിടാൻ വേണം. ചിലത് വെളുത്തങ്ങിരിക്കും ഒരു വെയിൽ കൊള്ളുമ്പോഴത്തേക്കേ. നമ്മൾ ചെയ്യുന്ന ആ ട്രിക്കിൽ എല്ലാം ഒരേപോലെ നമ്മൾ വാങ്ങിക്കുന്ന വറ്റൽമുളക് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ അങ്ങ് ഇരുന്നോളും. കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിക്കുക. എല്ലാം കൂടെ അടിപൊളിയുണ്ട്. നമുക്കിനി അതെല്ലാം കൂടെ പറിച്ചെടുക്കട്ടെ. കണ്ടോ എത്രയും മുളക് നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞ് കണ്ടോ, നല്ല അടിപൊളി മുളക് നമ്മൾ ഇത്രയും മുളകിനകത്തുനിന്ന് കിട്ടിയതാണ്. എന്ത് രസമാണ് കാണാമെന്നുണ്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് കൊണ്ടുപോയിട്ട് നമുക്കിനി അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മുളകെല്ലാം നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചരുവത്തിനകത്തോട്ട് കുറച്ച് വെള്ളം വയ്ക്കുക. നമ്മുടെ മുളക് എത്രയുണ്ടോ മുളകൊന്നും മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ അത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് വരുമ്പോൾ നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കുക. ഇട്ട് ഒറ്റ 1 മിനിറ്റ് മാത്രമേ വയ്ക്കാവൂ കേട്ടോ. 50 മുതൽ 60 സെക്കൻഡ് വരെ. നന്നായിട്ടൊന്ന് താഴ്ത്തിയൊക്കെ വെച്ച് കൊടുക്കാം. ഒരു മിനിറ്റ് ആകുമ്പോൾ നമുക്കത് വാങ്ങി ഒരു കുഴിയുള്ള പാത്രത്തിൽ ഒരു നെറ്റിനകത്ത് ഇട്ടിട്ട് നമുക്കിനി അത് വെയിലത്ത് കൊണ്ട് വയ്ക്കാം. ഒരു തുണി വല്ലതും വിരിച്ചിട്ടിട്ട് അതിനകത്തോട്ട് കൊണ്ടിട്ടിരുന്നാൽ മതി. വെള്ളം വാർന്ന് പോയതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് 1 മിനിറ്റായി. ഇനി നമുക്കത് എടുത്ത് ഒരു കണ്ണപ്പ പാത്രത്തിനകത്തോട്ട് ഒഴിക്കാം. ഇനി വെയിലത്ത് കൊണ്ട് വയ്ക്കാം. ഒരു 3 അല്ലെങ്കിൽ 4 ദിവസത്തെ വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് നമുക്ക് അടിപൊളി മുളക്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുളക് മാറി നിൽക്കും. ആ രീതിയിലുള്ള മുളക് നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും വെയിലത്തിരുന്ന് നന്നായി ഉണങ്ങട്ടെ. അപ്പം 3-4 ദിവസം ഉണങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ മുളക് റെഡി. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇപ്പം മുളക് ഉണക്കിയിട്ടൊരു 3-ാം ദിവസമായിട്ടുണ്ട്. ഇപ്പം 3-ാം ദിവസം ആയപ്പോഴത്തേക്ക് നമ്മുടെ മുളക് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം കൂടെ ഒക്കെ കിടക്കുമ്പോഴത്തേക്ക് നല്ല കിലുകിലാന്നുള്ള മുളക് നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുക. പുതിയ വർഷത്തിൽ എല്ലാവരും ഒരു പുതിയ തീരുമാനം എടുക്കുക. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കും എന്നുള്ളത് ഒരു പുതിയ തീരുമാനത്തോട് മുന്നോട്ട് പോകുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അതുപോലെ തന്നെ ഈ പുതിയ വർഷത്തിൽ ഇതുവരെയും മിനീസ് ലൈഫ് സ്റ്റൈൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ടൂടെ ശ്രമിക്കുക. ഈ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് കോഴിക്കോടുള്ള എൻ്റെ ഒരു സബ്സ്ക്രൈബറായ റഫീനയാണ്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ നല്ല ഐഡിയകളൊക്കെ കാണുമായിരിക്കും ഓരോ കാര്യത്തിലും അല്ലേ. അപ്പോൾ അത് ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോയോട് പറയുമ്പോഴേ എല്ലാവർക്കും അത് പ്രയോജനപ്പെടുന്നെങ്കിൽ നല്ലതല്ലേ. അപ്പം റഫീനയ്ക്ക് ഒരുപാട് താങ്ക്സ് എന്നോടൊപ്പം അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ മുളക് ഉണക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒരു 10-20 മൂട് മുളക് നടാമെന്നുണ്ടെങ്കിൽ, അവരെ കാര്യമായിട്ട് ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ, അവർക്ക് കുരുടിപ്പും മുരടിപ്പും പിന്നെ വെള്ളീച്ച ശല്യമൊന്നും ഇല്ലാതെ വളർത്താമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതേപോലെ മുളക് ഉണക്കാനും വീട്ടിലേക്ക് ആവശ്യമായ മുളക് പൊടി ഉണ്ടാക്കി എടുക്കാനായിട്ടൊക്കെ സാധിക്കും. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.